മക്കളെ ഉപയോഗമില്ലാതെ കളയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. തെർമോക്കോള്, പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, ഇത് വെച്ചിട്ടാണ് ഇന്ന് അമ്മക്കിളിയുടെ പരിപാടികളെല്ലാം. പിന്നെ ഗ്ലൂ, പണ്ടത്തെ പോലെ പശയൊന്നും എടുത്തിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. മുളം കമ്പ്, ചെറിയ ശിഖരങ്ങളാണ് ഞാൻ ചെടികൾക്ക് നാട്ടാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്നതാണ്. പെയിന്റ് ഒക്കെ ആദ്യമേ ഞാൻ അടിച്ചു കേട്ടോ. മുളം കമ്പ് വെച്ച് പുൽക്കൂടിന്റെ മേൽക്കൂരയും അമ്മക്കിളി അങ്ങ് റെഡിയാക്കി കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത് എന്തിനാ ഈ കമ്പും കോലും എല്ലാം ഒന്ന്, എല്ലാത്തിനും ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ആദ്യം അമ്മക്കിളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പെയിന്റ് ഫുള്ള് അങ്ങ് അടിച്ചു. എല്ലാം ബ്രൗൺ കളറാണ് അടിക്കുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ മുട്ടയുടെ ബേസ് അതും അങ്ങ് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് അത് കണ്ടഞ്ഞുണ്ടങ്ങ് ഞുറുക്കി അങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അലുവ കഷ്ണം പോലെ അങ്ങ് ആക്കി വെച്ചു. അടുത്തത് ഇത് അലുവ കഷ്ണം ആക്കാൻ പറ്റുമോ? ഇത് സാധാരണ മാതിരി മുറിയത്തില്ല മക്കളെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് മുറിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ കുറച്ചേരം അത് വെളിയിലോട്ടൊന്ന് വെച്ചാൽ മതി. ഒരു തണുപ്പുണ്ടല്ലോ, ആ തണുപ്പിന്റെ ഈർപ്പത്തിൽ ഇച്ചിരി ഒരു മയം കിട്ടും. മയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇത് മണ്ണിനോട് അരിഞ്ഞു പോകുന്ന സംഭവമാണ്, എങ്കിലും മുറിച്ചെടുക്കണമല്ലോ. ഐസ്ക്രീം സ്റ്റിക്ക്, തെർമോക്കോള്, വേസ്പോർട്സ്, ഇതെല്ലാം അടുത്ത് ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുളങ്കമ്പ് എടുത്തു, ഗ്ലൂ എടുത്തു. മെയിൻ അതാ വേണ്ടത്. നമ്മൾ തെർമോക്കോൾ അങ്ങോട്ട് നിർത്തി വെച്ചിട്ട് പിന്നെ തെർമോക്കോളിന്റെ പുറത്തോട്ട് മുളങ്കമ്പെല്ലാം അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചിട്ട് ബേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല. ഇപ്പൊ നോക്ക്, അടിപൊളിയായിട്ട് നമുക്ക് പുൽക്കൂടിന്റെ ബേസ് ആയല്ലോ. പിന്നെ അതിന്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ആ മുളങ്കമ്പെല്ലാം എടുത്ത് മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ഗ്ലൂ വെച്ചങ്ങ് ഒട്ടിച്ചു. ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അലുവ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം എടുക്കണം. അതെല്ലാം എടുത്ത് വേണം ഇനി ഇതെല്ലാം അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. ഇങ്ങനെ ഓരോ സൈഡും ഒന്നൊന്നായിട്ട് ഇത് മുഴുവനും ഒട്ടിച്ചു അമ്മക്കളി. 3 സൈഡും, അത് ബാക്കും 2 സൈഡും ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഇടണമല്ല. കുറച്ച് ടൈം എടുത്ത് കേട്ടോ ഇത്, കാരണം ഓരോന്നും ഗ്ലൂ വെച്ച് മാത്രമേ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. പിന്നെ ഈ ഒരു സൈഡ് മാത്രമാണ് ബ്രൗൺ കളർ നമ്മൾ പെയിന്റ് അടിച്ച് ഒട്ടിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവനും ഈ പീസുകളാണ് ഇനി വെക്കേണ്ടത്, പെയിന്റ് അടിക്കാത്തത്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്ത് ചടപടോന്ന് അമ്മക്കളി നല്ല സമയം എടുത്താണ് ഇത് വെച്ചത്. കാര്യം ഒട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും നല്ല ചെറിയ ചെറിയ റൗണ്ടൊക്കെ ഇട്ട് ജനലും കഥവും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട വീടിന്റെ പുറകുവശം കണ്ടേ ചെയ്തിരിക്കുന്നുണ്ടോ, ആ മുട്ടയുടെ ഇത് വെച്ചിട്ട് പെയിന്റ് അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇഷ്ടിക പതിച്ച പോലെ അല്ലെങ്കിൽ ഓട് പതിച്ച പോലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റോറേജ് കുടില എന്ന് പറഞ്ഞാലും പുല്ലും കട്ടയൊക്കെ ഇടാൻ സ്ഥലം വേണമല്ലോ, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സിമ്പിൾ ആയിട്ടുള്ള തിങ്സുകൾ വെച്ചിട്ടാണ് ഇത് ഇത്രയും ഉണ്ടാക്കിയത്. നല്ല കിടിലനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡുകളിലെല്ലാം നമ്മൾ ഇതിന്റെ ബേസ് വന്ന് ഞാൻ പെയിന്റ് ചെയ്യുവാണ്. അതും ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ഈ പെയിന്റിംഗ് പണിയെല്ലാം കഴിഞ്ഞ ഉടനെ അമ്മക്കളി അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനകത്ത് വെക്കാനുള്ള കുറെ സംഭവങ്ങൾ ഇതിപ്പോ ഞാൻ ഏണി എന്നുള്ള ഒരു ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മതിലായിട്ടും ഇതൊക്കെ നമ്മൾ ഏണി അല്ലെങ്കിൽ സ്റ്റെയർ കേസ് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. കണ്ടോ, തട്ടുംപുറമുണ്ട്, മേൽക്കൂരയുണ്ട്, ജനലുണ്ട്, കഥവുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട്. ഇല്ല ഏണി എന്ന് വേണമെങ്കിൽ ഏണി വെക്കാം. പശുവിനെ കടത്താൻ സ്ഥലം വെച്ചിട്ടുണ്ട്. പുല്ലിടാൻ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. അടുത്ത ഇനി നമ്മൾ ഇതിന്റെ അടിഭാഗം എല്ലാം പെയിന്റ് ചെയ്യണം. ഈ ബ്രൗൺ കളർ വെച്ചിട്ട് ചടപടോ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ മക്കളെ. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയണേ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട്? ഞാൻ മുഴുവനും പെയിന്റ് അടിച്ച് കഴിഞ്ഞില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ കാണിക്കുവാണ്. മേൽക്കൂര ഇപ്പൊ ഇടുന്നില്ല കേട്ടോ, ഞങ്ങൾ പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റിലേ കാണിക്കുള്ളൂ. വീടിന്റെ ആ ഒരു ഔട്ടർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മക്കളെ, ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കേട്ടോ.